നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഗ്രീൻ ടെക് യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനൊരു ഇലക്ട്രിക് ബുള്ളറ്റ് ഉണ്ടാക്കിയിരുന്നു. KraZyG എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ബൈക്കും ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഈ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ ആ വീഡിയോകൾ കാണാൻ പറ്റും. അപ്പോൾ ആ വാഹനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന മോട്ടർ 48 വോൾട്ട് 750 വാട്ട്സിൻ്റെ ഒരു മോട്ടറാണ് ഞാനതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മോട്ടറിന് എത്രയാണ് വില, എവിടെ നിന്നാണ് വാങ്ങിയത്, അപ്പോൾ ആ ഒരു മോട്ടറിൻ്റെ അൺബോക്സിംഗ് ആണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോകാം. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ കിറ്റ്. നമ്മുടെ ആമസോണിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന കിറ്റ് ഇതാണ്. ഇതിൻ്റെ വിലയും വാങ്ങാനുള്ള ലിങ്കും മറ്റു കാര്യങ്ങളുമൊക്കെ ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിരിക്കാം. അപ്പോൾ നമുക്ക് ഇത് തുറന്ന് നോക്കിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ഇതിൽ വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് അകത്ത് ചാർജർ ഉൾപ്പെടെയുള്ള കിറ്റാണ് ഈ കാണുന്നത്. ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന മോട്ടറാണ് 48 വോൾട്ട്. പക്ഷേ എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് ഒരു 72 വോൾട്ട്, അങ്ങനെ ഒരു വോൾട്ട് കൂടിയ ടൈപ്പ് മോട്ടർ വേണം നമ്മൾ പ്രിഫർ ചെയ്യാനായിട്ട്. പക്ഷേ ഞാൻ ഇലക്ട്രിക് ബുള്ളറ്റ് ഉണ്ടാക്കിയ കാലഘട്ടത്ത് ആ മോട്ടർ അവൈലബിൾ അല്ലായിരുന്നു. അതുപോലെ ഇത്തിരി കോസ്റ്റ്ലിയാണ്, ഇത്തിരി പവർ കൂടുന്ന മോട്ടറിന് വിലയും കൂടുന്നുണ്ട്. അപ്പോൾ ഇതൊരു റിക്ഷയുടെ കൺവെർഷൻ കിറ്റിൻ്റെ മോട്ടറാണ്. പെഡൽ റിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലൊക്കെ ആൾക്കാർ സൈക്കിൾ ചവിട്ടി പോകത്തില്ലേ, അപ്പോൾ അതിന് ഇലക്ട്രിക്കോട്ട് കൺവെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കൺവെർഷൻ മോട്ടറാണിത്. നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. ഇത് YF ഗോൾഡ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഒരു കമ്പനിയുടെ സംഭവമാണ്. എന്തായാലും ആവശ്യത്തിൽ കൂടി ഒരു പ്ലാസ്റ്റിക് ഒക്കെ വെച്ച് നല്ല രീതിയിൽ റാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് YF ഗോൾഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലുള്ള പെഡൽ റിക്ഷ കിറ്റാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും YF ഗോൾഡ് ഇത്തിരി നല്ലൊരു ക്വാളിറ്റി ആയിട്ട് കാണുന്നുണ്ട്. നമുക്ക് ഓരോ ഐറ്റങ്ങളായിട്ട് നോക്കാം. ഇതിൽ 2 LED ലൈറ്റ് കൊടുത്തിരിക്കുക. വളരെ ക്യൂട്ടായിട്ടുള്ള 2 LED ലൈറ്റ് ഇരിപ്പുണ്ട്. ഇതാണ് LED ലൈറ്റ്, ഇതാണ് LED ലൈറ്റ്. എന്തായാലും ഇത് നല്ല ക്വാളിറ്റിയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ 2 LED ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ DC 9 വോൾട്ട് ടു 85 വോൾട്ട്. മോട്ടോർ സൈക്കിൾ, ഇലക്ട്രിക് ബൈസൈക്കിളിനൊക്കെ ഉള്ള YF ഗോൾഡിൻ്റെ തന്നെ ഇലക്ട്രിക് ഉണ്ട്. നമ്മുടെ ഒരു കറണ്ടിൽ കൊടുത്തിട്ട് എനിക്ക് ചാർജർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അഡാപ്റ്ററാണെന്ന് തോന്നുന്നു. അത് 30 രൂപയുടെ അഡാപ്റ്ററാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് ചെയിനാണ്. നമ്മുടെ ഇതിൽ വരുന്ന ചെയിനാണ്. ഓക്കെ, ഇതിൻ്റെ താക്കോലാണ്. ഓൺ ഓഫിൻ്റെ ഒരു താക്കോലാണ്. ഒരു സാധാരണ നമ്മുടെ ചൈനീസ് ടൈപ്പ് ഇലക്ട്രിക് കൺവെർഷൻ കിറ്റുകളിലൊക്കെ വരുന്ന ഹെഡ്ലൈറ്റ് ഓൺ ഓഫൊക്കെ ഇതിലാണ്. ഹെഡ്ലൈറ്റ് അങ്ങനെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇതിൻ്റെ കണക്റ്റേഴ്സൊക്കെ കുറച്ചൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. മോനെ ഇത് നമ്മുടെ കണക്ഷൻസ് കൊടുക്കാനുള്ള ഒരു യൂണിറ്റാണ്. ഓക്കെ, പക്ഷേ ക്ലിപ്പാണ്. ഈ ഒരു സാധനമാണ് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ അതിൽ ഈ മോട്ടറിൽ നിന്ന് 3 ഫേസ് കണക്ഷനാണ് മോട്ടറിന് വരുന്നത്. അപ്പോൾ അതിൻ്റെ 3 വയറും നെഗറ്റീവും പോസിറ്റീവും കൊടുക്കാനായിട്ടുള്ള ഒരു ഭാഗമാണ്. അത് നല്ലൊരു ക്ലിപ്പ് ടൈപ്പാണ് വന്നിരിക്കുന്നത്. നമുക്കിതെല്ലാം ഫിറ്റ് ചെയ്തതിനു ശേഷം ക്ലിപ്പ് ചെയ്ത് വയ്ക്കാം. ഇതിന് മുമ്പേ വാങ്ങിച്ച കിറ്റിൽ സ്ക്രൂ ചെയ്ത് വെക്കുന്ന ടൈപ്പായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ത്രോട്ടിലാണ് ഈ വരുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ഡിസൈനിലൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുഴപ്പമില്ല. ഇതിൽ ഹോണിൻ്റെ ഒരു ഫങ്ഷനുണ്ട്.
പിന്നീട് ബാക്കി ത്രോട്ടിൽ ആണ്. പിന്നെ എനിക്ക് ഇതിൽ കണക്ഷൻ നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് കണക്ഷൻസിന് കൊടുക്കാനായിട്ട് നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണക്ഷൻ കൊടുക്കാൻ എളുപ്പമായിരിക്കും. ഇത് വയറിങ്ങിൽ ഇത് നമ്മുടെ ചാർജിങ്ങിൻ്റെ യൂണിറ്റ് കണക്ട് ചെയ്യാനുള്ള ഭാഗമാണ്. ഇത് നെഗറ്റീവ് പോസിറ്റീവ് നമ്മുടെ 48 വോൾട്ട് കൊടുക്കാനുള്ള നെഗറ്റീവ് പോസിറ്റീവിൻ്റെ ടെർമിനലാണ്. ഇത് എനിക്കൊന്ന് ഓൺ ഓഫ് ടെർമിനലാണ്. പിന്നെ അതുപോലെ ഇതിലെല്ലാത്തും നമ്പർ ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഈ കണക്റ്റേഴ്സ് കൊടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. 11, 12. അപ്പോൾ അങ്ങനെയുള്ള നമ്പർ ചെയ്തിരിക്കുന്നതുകൊണ്ട് കണക്ഷൻ കൊടുക്കാൻ എളുപ്പമുണ്ട്. അതുപോലെ വയറൊക്കെ ഇത്തിരി ക്വാളിറ്റി ഉള്ള വയറാണെന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ടുള്ളത് ഒരു ഫ്രീ വീലാണ്. ഫ്രീ വീൽ എന്ന് പറഞ്ഞാൽ ക്ലച്ച്. ഒരു ക്ലച്ചാണ് വരുന്നത്. അപ്പോൾ ഇത് പെഡൽ റിക്ഷ കിറ്റായതുകൊണ്ട് ഇതൊരു 2 പീസായിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ ക്വാളിറ്റിയും നല്ല ക്വാളിറ്റിയാണെന്ന് തോന്നുന്നു. ഇതൊരു ഫ്രീ വീലാണ്. ഓക്കെ, ഇതും അത് വെക്കാം. ഓക്കെ, ഇതിൽ അടുത്ത് ഈ കാണുന്നത് അതിൻ്റെ DC NCB ആയിരിക്കണം. ഇതൊരു DC NCB ആണ്. നമ്മുടെ ഓവർലോഡ് വരുമ്പോഴേക്കും കട്ട് ഓഫ് ആവുന്ന രീതിയിലുള്ള ഒരു DC NCB ആണ്. ഇത് ക്ലിയർ ആണ്, നമ്മുടെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു DC NCB ആണ്. ഓക്കെ, എന്താണ് അപ്പോൾ നമ്മൾ ഇത് സാധാരണ വില കുറഞ്ഞ കിറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിനു മുമ്പേ ഞാൻ ബുള്ളറ്റിൻ്റെ കിറ്റ് വാങ്ങിയപ്പോഴേക്കും അതിൽ ഈ DC NCBയും ഈ എക്സ്ട്രാ LED ലൈറ്റുകളും ഒന്നും ഇല്ലായിരുന്നു. അതുമല്ല അതിൻ്റെ വയറിങ് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ലായിരുന്നു ഏതിലോട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത് നമ്മുടെ മെയിൻ സാധനം എടുക്കാം. പിന്നെ അടുത്തൊരു ഓക്കെ, നമ്മുടെ ഒരു വയറിങ് ഡയഗ്രാം വളരെ പ്രയോജനകരമാണ്. കാരണം അല്ലെങ്കിൽ ഇത് നമ്മൾ പെട്ടുപോകും ചെയ്യാനായിട്ട്. എങ്ങനെയാണ് വയറിങ് കണക്ഷൻ കൊടുക്കുക എന്നുള്ളത് വളരെ കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് വളരെ കൃത്യമായിട്ട് കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണക്ഷൻ കൊടുക്കാൻ ഒരു പേടിയും വേണ്ട, സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതൊരു വളരെ നല്ല കാര്യം. കളർ കോഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മോട്ടർ, അടുത്ത മോട്ടർ കൺട്രോളർ. ഇതാണ് നമ്മുടെ ചാർജർ. ചൈനീസ് ചാർജറാണ്. ഇത് 48 വോൾട്ട് 20 AHൻ്റെ ചാർജറാണ്. മനോഹരം. എന്തായാലും പക്ഷെ ചെറുതാണ് സാധനം. ചാർജർ വളരെ ചെറുതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ചാർജർ കൂടെ വരുന്ന കിറ്റായതുകൊണ്ടാണ് ഇത്രയും വില. ഇപ്പോൾ ചാർജർ ഇല്ലാത്ത കിറ്റ് 7700 രൂപയ്ക്ക് നമുക്ക് ചാർജർ ഇല്ലാത്ത കിറ്റ് നമുക്ക് ലഭ്യമാണ്. അതുമല്ല ഇതിൻ്റെ ഈ കണക്ടറില്ലേ, ഇത് നമ്മുടെ സാധാരണ ഇന്ത്യയിലുള്ള പ്ലഗിലൊന്നും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു അഡാപ്റ്റർ നേരത്തെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അഡാപ്റ്ററാണ് നമ്മളിതിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് ചാർജിങ്ങിന് യൂസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇതാണ് ഇതിൻ്റെ കൺട്രോളർ. ഇതിന് മുമ്പേ വാങ്ങിച്ച തൊട്ട് മുമ്പ് ഞാനൊരു KraZyG എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് വാഹനം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൽ കിട്ടിയ കൺട്രോളറും ഇതേ ടൈപ്പ് കൺട്രോളർ തന്നെയാണ് അതിനും വന്നിരുന്നത്. സെയിം പാക്കേജിങ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കൺട്രോളർക്ക് ഇത്തിരി ഹെവി ആണെന്ന് തോന്നുന്നു. 800 വാട്ട് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന വെന്റിലേഷൻ വാട്ടർ പ്രൂഫ് 2020 പാസ്സായിട്ടുള്ളൊരു കൺട്രോളറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി, അല്ലെങ്കിൽ മോട്ടർ. അപ്പോൾ ഇതൊരു ഗിയർഡ് മോട്ടറാണ്. ഇതിനകത്തൊരു ഗിയർ സിസ്റ്റമൊക്കെ ഉണ്ട്. ഇതിൻ്റെ കുറച്ച് അഗർവാൾ ഇലക്ട്രിക്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 48 വോട്ട് 70 വാട്ട്സ് 450 റൊട്ടേഷൻസ് പെർ മിനിറ്റ്. കറണ്ട് 15.6 ആംപിയറാണ് ഇത് വലിക്കുന്നത്. ഇത് സെയിം ഇതിനു മുമ്പേ ഉണ്ടാക്കിയ ഇലക്ട്രിക് ബുള്ളറ്റ് ഉണ്ടാക്കിയപ്പോഴും
മറ്റുമൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേ ടൈപ്പ് മോട്ടറാണ് ഈ വരുന്നത്. നിങ്ങൾ ചെറിയ വാഹനങ്ങൾ കൺവെർട്ട് ചെയ്യുന്നെങ്കിൽ, ഇപ്പോൾ CT100 100cc വാഹനങ്ങളെ കൺവെർട്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തുള്ള ഉപയോഗിക്കാം. കാരണം ഇതിനൊരു മാക്സിമം സ്പീഡ് 40 കിലോമീറ്ററൊക്കെ കിട്ടുന്ന ഒരു വാഹനം നമുക്ക് ഇത് വെച്ചിട്ട് നിർമ്മിക്കാൻ സാധിക്കും. അതേസമയം നിങ്ങൾക്ക് വാഹനം ഇത് നിർമ്മിക്കുമ്പോഴേക്കും പവർ കൂടിയ സ്പീഡ് കൂടുതലുള്ളൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു മോട്ടറിലോട്ട് പോകരുത്, പവർ കൂടിയ മോട്ടറിലോട്ട് പോവുക. അതായത് 72 വോൾട്ട് 2000 വാട്ട്സിൻ്റെ കൺവെർഷൻ കിറ്റുകളൊക്കെ മാർക്കറ്റിൽ ലഭ്യമാണ്. ഇത്തിരി വില കൂടുതലാണ്. അപ്പോൾ അതിലോട്ടൊക്കെ പോവുക. അപ്പോൾ ഇതെന്തിനാണ് ഞാൻ വാങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കാണിക്കാൻ. കാരണം ഇതുവരെ ഞാൻ 1-2 പരിപാടി ചെയ്തെങ്കിലും ഈ പ്രോജക്റ്റിലൊക്കെ ഏത് മോട്ടറാണ് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലർക്കും എങ്കിലും അറിയില്ല. നമ്മുടെ ഗോ കാർട്ട് ഉണ്ടാക്കാം, അങ്ങനെ ഒരുവിധപ്പെട്ട പ്രോജക്റ്റുകളൊക്കെ ചെയ്യാം ചീപ്പായിട്ട്. കാരണം ചീപ്പെന്ന് പറഞ്ഞാൽ 10,000 രൂപ അത്ര ചീപ്പ് അല്ല. എങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കിറ്റുകളിൽ ഭേദമാണ്. കാരണം നമ്മൾ പല കമ്പനികൾ കണ്ടു കഴിഞ്ഞാലും അതിലൊക്കെ ഇത്തിരി ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. മോട്ടറും കൺട്രോളറും ഒക്കെ സെയിമാണ്. നമ്മുടെ ചൈനയിൽ നിന്ന് വരുന്ന ഏത് സാധനം എടുത്താലും സെയിം മോട്ടറും കൺട്രോളറൊക്കെ തന്നെ വരുന്നത് ഈ ടൈപ്പിൽ. പക്ഷേ ഇതിൻ്റെ അഡീഷണലായിട്ട് നമുക്കൊരു ചാർജറും മറ്റ് ഈ ഒരു DCM CBയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കിറ്റിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ പ്രയോജനകരമായി എന്ന് കരുതുകയാണ്. അപ്പോൾ മനോഹരമായ മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.